ചേച്ചി ഈ നാവേറ് പാടുന്ന എന്തിനാ ചേച്ചി? നാവർ പാടുന്നത് നമ്മള് ദൃഷ്ടിദോഷങ്ങൾക്ക് പിന്നെ കണ്ണേറിന് വീട്ടിലെ ഐശ്വര്യ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഒക്കെ ചെയ്യുന്ന ഒരു എന്താണ് വഴിപാട് കഴിക്കുന്നില്ല അതേപോലെ അല്ലേ? നാവർ പാടിയ നല്ലതാണ്, കണ്ണേറും ദൃഷ്ടിദോഷം കാര്യങ്ങളും. ഇതിങ്ങനെ നിങ്ങള് നിങ്ങളുടെ സർപ്പങ്ങളെ സ്തുതിച്ച് പാടുന്നത് നമ്മുടെ നാഗശാപങ്ങള് സർപ്പദോഷങ്ങളൊക്കെ അകലാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ എന്താണ് സർപ്പത്തിനെ സ്തുതിച്ച് പാടുന്നത്. ഓക്കെ. ഇതാണ് നിങ്ങൾ ഈ ഒരു അതെ ഇതാണ് ഞങ്ങളിത് പാരമ്പര്യമായിട്ട് കുലത്തൊഴിലല്ലേ? ഞങ്ങള് വേറൊരു സ്ഥലത്ത് പോയി പഠിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളത് വേറൊരു ഗുരുക്കന്മാരായിട്ടില്ല. നമ്മുടെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ്, മാതാപിതാ. അതെ അതെ അതെ, ആദ്യത്തെ പ്രത്യക്ഷ ഗുരുക്കന്മാര്. അതെ, സന്തോഷം. ഞങ്ങളിവിടെ വീട് വെച്ചിട്ട് 1 വർഷമായി. അപ്പോൾ എനിക്ക് അമ്മ ഉണ്ടാവുമ്പോൾ അവിടെ ഇങ്ങനെ ഇത് പാടിക്കാറുണ്ട്, പുള്ളംപാട്ട്. പിന്നെ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. നിങ്ങളായിട്ട് വന്നു, ഒരുപാട് സന്തോഷം കേട്ടോ. എന്നാൽ ശരി, പാടിക്കോളൂ. പാട്ടും എടുക്കുന്നുണ്ട് കേട്ടോ. ഓ ആയിക്കോട്ടെ.
അതായത് നമ്മുടെ മുമ്പിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന നാഗങ്ങളാണ്. അപ്പൊ പ്രത്യക്ഷ ദൈവങ്ങളാണ് നാഗങ്ങള്. നാഗങ്ങളില്ലാത്ത ഭൂമികളില്ല. ഇല്ല. ആ, ഭൂമാതാവിന്റെ ആഭരണങ്ങളും കാവൽമാലാകമാരുമാണ് നാഗങ്ങള്. ആ, പിന്നെ കൺകണ്ട ദേവം എന്ന് പറഞ്ഞ ഗണപതിയാണ്. അതായത് പണ്ട് പരമശിവൻ നമുക്ക് തല വെട്ടി മാറ്റി വെച്ചു പറയില്ല. അങ്ങനെ ഒരു നമുക്ക് ഏറ്റവും നമ്മുടെ കണ്ണിൽ കാണുന്ന ദൈവങ്ങളാണ് ഒന്ന് ഗണപതി, ഒന്ന് അതായത് ആനാന്ന് ആണ് സങ്കല്പം. ഓക്കെ, യെസ് യെസ്. പിന്നെ അതെ, ഉള്ളത് നമ്മുടെ കൺകണ്ട ദൈവം തൂണലും തുരുമ്പരും എന്ന് പറഞ്ഞ പോലെ ഗുരുവായൂരപ്പൻ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് നമ്മുടെ ഭൂമി ദേവി തന്നെ നാഗങ്ങളാണ്. ഭൂമിദേവി തന്നെ നമുക്ക് പിന്നെ ശരിയാ, ഭൂമിദേവി എന്ന് പറയുന്നത് നാഗങ്ങളാണ്. അതെ അതെ, ഭൂമി മുഴുവൻ അല്ലേ, ഭൂമി ആഭരണം, ഭൂമിയുടെ ആഭരണങ്ങൾ തന്നെയാണ്. അപ്പൊ പാമ്പന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പാടിയത് അല്ലേ. ഇനി നാവൂർ പാടുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഈ ബാലപീഠ, പക്ഷിപീഠ, ഈ എന്താണ് പറഞ്ഞമാതിരി കണ്ണേറ്, ദൃഷ്ടി, ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മള് പൂർവീകരായിട്ട് നമ്മൾക്ക് വരദാനം കിട്ടിയതും കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പുള്ളൂർക്കോടും കൊണ്ട് നമുക്ക് എന്താണ് പാടി ഓടിക്കുകയാണ് അല്ലേ. പാടി ഓടിക്കല്ല, പാടി ഇറക്കുക. അതായത് ഇങ്ങനെയുള്ള സത്യമുണ്ട്. പിന്നെ ശരിയാ, അത് പിന്നെ എന്റെ കുഞ്ഞുനാൾ മുതൽ ഞാനിത് വന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് സ്ഥാപനത്തിൽ പോയിട്ട് ഒരു ഗുരുക്കന്മാരെ വെച്ച് പഠിച്ചു വന്നതല്ല. അല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അച്ഛനും അമ്മയുടെ നിന്നും കണ്ടും കേട്ടും പഠിക്കുന്നതാണ്. പിന്നെ ശരിയാ, അത് എല്ലാവർക്കും കിട്ടിക്കോളൊന്നും ഇല്ല. അതെ അതെ, ഞങ്ങളുടെ വീട്ടിലിപ്പോ 10 മക്കളുണ്ടെങ്കിലും 1-2 പേർക്ക് കിട്ടുള്ളൂ. ഇതൊരു വരമാണത്. അതെ അതെ, അതൊരു സത്യമാണ്. പിന്നെ സത്യം. യാ, സന്തോഷം, ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു നെറ്റിപ്പട്ടം വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മുടെ വീട്ടിൽ അത് ഒരു ഗിഫ്റ്റ് തന്നതാട്ടോ. അത് കൊണ്ടേക്കോ, ഞാൻ തരാം. ഓക്കെ, ആ ശരി. അപ്പോൾ എന്നാ നാവൂർ പാടല്ലേ? ആ, അജിതേ കുട്ടിയുടെ നാവേറു പാടുന്നു.
കണ്ടപ്പോൾ അവർ ചോദിച്ചു ഇതിന് എത്ര രൂപയാണെന്ന്. അപ്പോൾ അവർ എവിടെയോ അത് ചോദിച്ചപ്പോൾ ഒരുപാട് പൈസയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കത് ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലായി. നമ്മളുടെ വീട്ടിൽ ഇനി എപ്പോഴെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് നമ്മുടെ ഹൗസ് വാമിങ്ങിന് ഒരു കൂട്ടർ നമുക്ക് ഗിഫ്റ്റ് തന്നാ കേട്ടോ. അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് അത് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ? സന്തോഷമായി. താങ്ക് യു. അതെ, എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞതിന് താങ്ക് യു. എന്നോട് ചോദിച്ചാൽ എനിക്ക് ആ ഒരു അറിവ് തന്നതിന് താങ്ക് യു. ഓക്കെ.
അല്ല ഈ പാമ്പന്മാരെ കൊല്ലണോരൊക്കെ ഉണ്ടല്ലോ, കൊന്ന് അതിനെ, അതൊക്കെ എത്ര വലിയ തെറ്റാണ്. ശാപം അല്ലെ, കൊന്നു കഴിഞ്ഞാൽ ശാപം ഉണ്ട് തീർച്ചയായിട്ടും. അവരെ കുലം തന്നെ മുടിഞ്ഞു പോകും പാമ്പന്മാരെ കൊന്നു കഴിഞ്ഞാല്. അതെ അതെ, സർപ്പങ്ങളെ കൊന്നു കഴിഞ്ഞാൽ അവരെ ആ കുലം തന്നെ നശിച്ചു പോകും. കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ രോഗങ്ങളും അസ്വസ്ഥതകളും ആ ശാപം എന്നുള്ളത് ഉണ്ടാവും. പിന്നെ എവിടെ 7 തലമുറകളും ആയാലും 14 തലമുറകളും പറഞ്ഞ പോലെ എത്തുന്നു. ശരി, ഓക്കെ. നാഗശാപം ഒരിക്കലും നമുക്ക് പോവില്ല. അത് ശരി. എല്ലാരും പറയും നാഗശാപം തീർത്താ തീരില്ല അല്ലേ. അത് എന്തെങ്കിലൊക്കെ ആയിട്ട് അത് നമ്മള് ചെയ്ത നമ്മളെക്കാട്ടിലും കൂടുതൽ ബാധിക്കുക നമ്മുടെ മക്കൾക്കാണ്. അത് ശരി. മക്കള് തലമുറകളായിട്ട് അങ്ങനെ പോകും. പിന്നെ കുടുംബം തന്നെ അവരേനെ നമ്മൾ വന്നിച്ചു കഴിഞ്ഞു നമ്മൾക്ക് അതിന്റെക്കാട്ടിലും ഇരട്ടി നമുക്ക് ഗുണങ്ങളെ ഉണ്ടാവും. അഭിവൃദ്ധിയും ഐശ്വര്യം ഇതൊക്കെ നമുക്ക് കൂടുതൽ നമുക്ക് കിട്ടും. ഇത് എല്ലാവരിലേക്ക് എത്തട്ടെ ഈ ഒരു നോളജ് വത്സല മാമിലൂടെ. താങ്ക് യു കേട്ടോ. ഒരുപാട് പേർക്ക് അറിയില്ല ഇങ്ങനെ പാമ്പന്മാരെ കൊല്ലാൻ പാടില്ല, അറിയാൻ ബുദ്ധിമുട്ടാണ്. അതെ അതെ. ഇപ്പൊ വെറും ഈ മൊബൈലും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് അത് നമുക്കിത് അവർക്ക് എന്താ ഇതിനെ പറ്റിട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇല്ല. പക്ഷെ നമ്മള് വലിയ ആൾക്കാര് പറഞ്ഞ് കൊടുക്കണം. അതെ അതെ. ഈ ഞങ്ങളുടെ കുലത്തിനെ പറ്റി ഇപ്പത്തെ തലമുറകൾക്ക് അറിയാത്തോണ്ടാണ്. അതെ അതെ. അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മൾ നാഗങ്ങളെ ഞങ്ങളെ കുറിച്ചിട്ടൊന്നും പറയില്ല. അതെ അതെ, തോന്നില്ല. പിന്നെ ഇതൊക്കെ ഇതിനായിട്ട് ജന്മം എടുത്തവരുണ്ട് ഈ ഒരു അങ്ങനെ അന്തർജന്മാരാണ്. അത് ശരി, ഓക്കെ. ഞങ്ങൾക്കൊരു വരം കിട്ടിയതുകൊണ്ട് ഞങ്ങളിങ്ങനെ പുള്ളോർക്കൂട വെറ്റി സമുദായത്തിന്റെ അതെ അല്ലേ പുള്ളോർക്കൂട നയിച്ച് നടത്തുന്നു. അന്തർജന്മാരാണ്. അതെ അല്ലേ. അതായത് ഇത്രയും ദിവ്യമായിട്ടുള്ളൊരു കാര്യത്തിന് നിയോഗിക്കപ്പെട്ടവര്. നാരദമുനിയുടെ വീണ ഞങ്ങൾക്ക് ഒരു പുള്ളുവാനായിട്ട് ഞങ്ങൾക്ക് സങ്കല്പിച്ച് തന്നതാണ്. അതാണ് ഞങ്ങളുടെ ആൾക്കാർ വീണയായിട്ട് നടക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തനിച്ച് എത്തിയിട്ട്. അതെ അല്ലേ. ഈ കുടം എന്ന് പറയണത് ചില്ലറയല്ല, അത് അല്ലേ, സത്യം ശക്തി. അരേ താങ്ക് യു കേട്ടോ. സന്തോഷം നിങ്ങളെ കാണാനും കേൾക്കാനും ഈ നോളജൊക്കെ അറിയാൻ സാധിച്ചതിന് നന്ദി, ഒരുപാട് നന്ദി. അപ്പം നീ വരുമ്പോൾ ഒക്കെ വരണം കേട്ടോ. അതെ അതെ, വരുമ്പോൾ പറയാം നമുക്ക്. പിന്നെ ഇതൊക്കെ ഒരുപാട് പേര് ഇതിനൊന്നും ഒരു ശക്തി ഇല്ലാന്ന് അതൊന്നും കണക്കാക്കാത്തവർക്ക് പോലും ഈ വീഡിയോ പുള്ളവൻ പാട്ട് പാടിക്കണം. അതെ, അഭിവൃദ്ധിയാണ്. വരുന്നത് തന്നെ നാഗകടാക്ഷം കൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. അതെ, ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി, അങ്ങോട്ട് തിരിയാൻ നിന്നതാണ്, പക്ഷെ എന്തുകൊണ്ടോ ഇങ്ങോട്ട് വരാൻ തോന്നി എന്ന് പറഞ്ഞല്ലോ. അനിയത്തിക്കുട്ടി പറഞ്ഞു നമുക്ക് എതിരെ പോകും. വേണ്ട, നമുക്ക് എതിരെ പോകും. വഴി സൗകര്യമാണ്, നമുക്ക് ബസ്സിന് പോകാനൊക്കെ സൗകര്യമാണ്, നമുക്ക് എതിരെ പോകാം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട്, അപ്പൊ ചേച്ചിക്ക് ഇവിടെ ഒരു ആഗ്രഹം ഉണ്ടാവുമായിരിക്കും, ഞങ്ങൾക്ക് ഇവിടെ വന്ന് കയറാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും, സൗഭാഗ്യമായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ വരാൻ തോന്നിച്ചതാണ്. ഞങ്ങളുടെ നാഗങ്ങള് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു അറിവും അതുപോലെ ഒരു ആരാധനയുള്ള കാരണോട് നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് നാഗങ്ങള് തോന്നിച്ചതാണ്.